ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. മക്കളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് മണി ആൻഡ് എക്കോണമി എന്ന് പറയുന്ന പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് വരാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോടാ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ട കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പണത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്ന. ഏതൊക്കെയാ പണത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങിക്കാനും നമ്മുടെ കയ്യിലുള്ള സാധനം വിറ്റിട്ട് പണമാക്കി മാറ്റാനും പറ്റുന്നതാണ്. രണ്ടാമത്തേത് മെഷർ ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയാണ്. എന്ന് വെച്ചാൽ പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൂല്യ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യ ശേഖരണ ഉപാധി നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, നമുക്ക് ഭാവിയിലെ കൊടുക്കൽ വാങ്ങലുടെ ഉപാധിയൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അഥവാ പണത്തിന്റെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്, റെഫർ ചെയ്യേണ്ടതാണ്, നന്നായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റിസർവ് ബാങ്ക് വളരെ പ്രധാനപ്പെട്ട, ഏകദേശം ഒരു 4 മാർക്കിലോ അല്ലെങ്കിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിയാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യ അതിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവർണർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റാർട്ട് ചെയ്ത് 1935 ഏപ്രിൽ 1-ാം തീയതി കൊൽക്കത്തയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1937 മുംബൈയിലേക്ക് അതിന്റെ ഹെഡ് ഓഫീസ് മാറ്റുന്നത്. 49 നാഷണലൈസ്, ദേശസാൽക്കരിക്കുന്നത്. ഇതൊന്നുമല്ല ചോദ്യം വരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാരോ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ് അഥവാ റിസർവ് ബാങ്കിന്റെ ചുമതലകൾ നിർബന്ധമായിട്ട് പഠിച്ചൊരു പോക്കോ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും, കൺഫേം ആണ്. അതിൽ ഒന്നാമത്താണ് പ്രിന്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ദ കറൻസി, നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറയുന്നത്. 1 രൂപ നോട്ടും കോയിൻസും ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? റിസർവ് ബാങ്കിനുള്ളതാണ്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കാണ്. മറ്റു ബാങ്കുകൾക്കുള്ള അഡ്വൈസുകൾ കൊടുക്കുന്ന, മറ്റു ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്ന, മറ്റു ബാങ്കുകളുടെ എല്ലാ ഡീറ്റെയിലുകളും നോക്കുന്ന, മറ്റു ബാങ്കുകളുടെ മോണിറ്റർ ചെയ്യുന്ന ആളാണ് ആര്? റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്, RBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്താണ് കൺട്രോളിംഗ് ദ മണി ആൻഡ് ക്രെഡിറ്റ്, പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. നമ്മുടെ മാർക്കറ്റിൽ പണം ഇൻഫ്ലേഷൻ സഹിതം അഥവാ പണപ്പെരുപ്പവും ഉണ്ടാവുകയോ ഡിഫ്ലേഷൻ, പണച്ചുരുക്കമോ ഉണ്ടാവാതെ ഈ പണത്തിന്റെ അളവിനെ മാനേജ് ചെയ്യുന്ന ആള് നമ്മൾ ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇതിന്റെ ഡീറ്റെയിലുകൾ പഠിച്ചു വെക്കണം. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ ഡീറ്റെയിലുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ 4ാമത്തെ ഫംഗ്ഷൻ ആണ് ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു, ആക്ട് ആസ് എ ഗവൺമെന്റ് ബാങ്ക്. ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ആണ്. ഗവൺമെന്റിന്റെ എല്ലാ ബാങ്കിങ് ഫംഗ്ഷനുകളും നടത്തുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസും അതുപോലെ ഫിനാൻഷ്യൽ അഡ്വൈസുകളെല്ലാം തന്നെ കൊടുക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ്. കൂടാതെ തന്നെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മുടെ വിദേശ നാണയങ്ങളായിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഇതെല്ലാം കസ്റ്റോഡിയൻ, ഇത് എടുത്തു വെക്കുന്ന ആൾ ആര് പറയായിരിക്കും? റിസർവ് ബാങ്ക് ആയിരിക്കും. അതുപോലെ ഏറ്റവും അവസാനത്താണ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്. റിസർവ് ബാങ്കിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും ആരാണ് പുറത്തു വിടാറുള്ളത്? നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. സോ അത് കൃത്യമായിട്ട് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസുകൾ പഠിച്ചു വെക്കണം. കൂടാതെ തന്നെ അടുത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളിൽ കൊമേഴ്ഷ്യൽ ബാങ്കും കോർപ്പറേറ്റീവ് ബാങ്കുകളും ഉണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ വാണിജ്യ ബാങ്കുകൾ നിർബന്ധമായിട്ട് പഠിച്ചു നോക്കും. അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടുന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. ആകെ 2 അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നിക്ഷേപം സ്വീകരിക്കാൻ, ലെൻഡിംഗ് ലോൺസ്, വായ്പ നൽകുക എന്ന് പറയുന്നതാണ്. അതില് ഈ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നിക്ഷേപം സ്വീകരിക്കുക എന്ന് പറയുന്നത് 4 തരത്തിലാണ് മക്കളെ നിക്ഷേപങ്ങൾ ഉള്ളത്. പഠിച്ചു വെച്ചോ, അതിന്റെ ഡീറ്റെയിൽ പഠിക്കണം. ഒന്നാമത്തെ സേവിംഗ് ഡെപ്പോസിറ്റ്, സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ മുകളിൽ കുറെ റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെന്ത് ചെയ്യും? കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ, ലോ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ, കച്ചവടക്കാർ ഉപയോഗിക്കുന്നതാണ്. അതിന് മുകളിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താം. ബട്ട് 0 ഇൻട്രസ്റ്റ് ആണ്. ഒരു പലിശയും എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. അടുത്ത ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതൊരു നിശ്ചിത ടൈമിലേക്ക് ഒരു എമൗണ്ടിനെ നിക്ഷേപിക്കുന്നതാണ്. അതെന്ത് ചെയ്യും? ആ സമയം കഴിയാതെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. അതിന് മുൻപേ, മെച്യൂരിറ്റി പീരീഡിന് മുമ്പേ നമ്മൾ പിൻവലിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന, പലിശ കിട്ടുന്ന ഏതിനായിരിക്കും? ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനായിരിക്കും. 4ാമത്തെ ആവർത്തിത നിക്ഷേപം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു എമൗണ്ട് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ഒരു നിശ്ചിത സമയത്തേക്ക് നിക്ഷേപിക്കുന്നതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. നമ്മുടെ ചിട്ടികൾ പോലെയുള്ളവയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തിത നിക്ഷേപം എന്ന് പറയാറുള്ളത്. അതിന്റെ ഡീറ്റെയിലുകളും മക്കൾ പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വായ്പാ സോഴ്സുകൾ 2 തരത്തിലുള്ളത്. ഒന്ന് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, ഔപചാരിക വായ്പാ സോഴ്സുകൾ. രണ്ടാമത് അനൗപചാരിക വായ്പാ സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ, ഫോർമൽ എന്ന് പറയുമ്പോൾ ബാങ്കുകൾ പോലെയുള്ള കൃത്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലൂടെ വരികയാണ്. അതിന് കൊളാക്ടറൽസ് എന്ന് വെച്ചാൽ അതിനെന്ത് ഈടൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേസമയം അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഇൻഫോർമൽ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഓർഗനൈസേഷൻ ആവില്ല, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതാണ് എന്ത് വിളിക്കുക? ഇൻഫോർമൽ അഥവാ അനൗപചാരികം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിന് പ്രധാനമായിട്ടും വരേണ്ടത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് സെഷനുകൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്?
അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് എല്ലാ ലൈവുകളും കാണുക. നമ്മുടെ മെഗാ മാരത്തോൺ വരാനുള്ളതാണ്. മെഗാ മാരത്തോൺ കൃത്യമായിട്ട് എല്ലാ മക്കളും ഉണ്ടായിരിക്കാം. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാത്തിനും നമുക്ക് ക്ലിയർ ആക്കണം. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോ, ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റാക്കി തരുവാടാ.